കൊല്ലവർഷം ആരംഭിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കരിയർ, റിലേഷൻഷിപ്പ്, അതുപോലെ ഹെൽത്ത്, ഫിനാൻസ് എന്നീ മേഖലകളിൽ ഈ വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്ന എനർജി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 2 ജമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് ആൻഡ് വേൾഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്സ്. ആദ്യത്തെ കാർഡ് 3 ഓഫ് പെന്റക്കിൾസ്. ഇത് നിങ്ങളുടെ നിലവിലെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്ന കാർഡാണ് സെൽറ്റിക് ക്രോസിൽ ആദ്യമായിട്ട് വരുന്നത്. അതായത് നിലവിൽ നിങ്ങളുടെ ഊർജം കൂട്ടായ്മയുടെയും അധ്വാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണിത്. ഒരു പുതിയ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു പഠനം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. നിങ്ങളുടെ വൈദഗ്ധ്യം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഊർജ്ജത്തോടെ നിൽക്കുന്ന നിങ്ങളെയാണ് നമുക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഘട്ടം പൂർത്തിയാക്കി അടുത്ത തലത്തിലേക്ക് കടക്കാൻ നിങ്ങൾ മടിക്കുകയോ അല്ലെങ്കിൽ പഴയ ശീലങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടോ വെല്ലുവിളിയോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തിനേക്കോ ഒരു കൂട്ടായ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ വളർത്താൻ, ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാകണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വട്ടത്തിനുള്ളിൽ, ഒരു സർക്കിളിനുള്ളിൽ പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ അതിനെ ഭേദിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങൾ നേരിടുന്നുമുണ്ട്. എല്ലാം തികഞ്ഞു എന്നൊരു തോന്നലിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മടിക്കുന്ന ഒരു സാഹചര്യമാകാം. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു ലക്ഷ്മണ രേഖയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വൃത്തത്തിനുള്ളിൽ നിന്ന് വീട്ടുകാരോ നിങ്ങളോ ആരോ വരച്ചിട്ടിരിക്കുന്ന ആ ഒരു രേഖയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പ്രയാസപ്പെടുന്നതാകാം. അല്ലെങ്കിൽ ഒരു ഫാമിലി സർക്കിളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ മടിക്കുന്നതാവാം. കംഫർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നതാവാം. ഈ വെല്ലുവിളി ഈ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളപ്പോൾ പോലും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതിനെ മറികടന്ന് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, നിങ്ങളുടെ സാഹചര്യം ഇതാണെങ്കിലും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലെ, മനസ്സിന്റെ അടിത്തട്ടിലെ ആഗ്രഹം എന്ന് പറയുന്നത് ചാരിയറ്റ് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വലിയൊരു വിജയവും ജീവിതത്തിന്റെ നിയന്ത്രണവും കൈവരിക്കണമെന്ന കടുത്ത ആഗ്രഹമുണ്ട്. തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റി മുന്നേറണമെന്ന നിശ്ചയദാർഢ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ആഗ്രഹമാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വലിയ ഇന്ധനമായിട്ട്, ഫ്യൂവലായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വൃത്തത്തിനുള്ളിലാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്തുകൊണ്ടോ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുമ്പോൾ പോലും, അതായത് എന്തോ ഒരു കാര്യം അതിന്റെ അവസാന ഘട്ടത്തിൽ അവസാനിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അത് ക്ലോസ് ആയി, ഇനി അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പക്ഷെ അതിന് നിങ്ങൾക്ക് കഴിയാത്തൊരു മാനസികാവസ്ഥ, അതിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അതിയായ ആഗ്രഹം, മുന്നോട്ട് പോകാൻ, മുന്നോട്ട് കുതിക്കാനുള്ള അതിയായ ആഗ്രഹം, നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് ഒരുപാട് മുൻപേ ഉള്ള ഒരു ഭൂതകാലമല്ല പറയുന്നത്, റീസെന്റ് പാസ്റ്റ്, തൊട്ടടുത്ത സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചത് നിങ്ങളുടെ ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ്. അതായത് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയുമാണ്. കാര്യങ്ങളെ ധൈര്യത്തോടെ സമീപിക്കാനും സ്വന്തം തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും സാധിച്ചിരുന്നു തൊട്ട് മുൻപത്തെ കാലം. ആ പോസിറ്റീവ് ഊർജ്ജത്തിന്റെ തുടർച്ചയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിനെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി, എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, ഇത്തിരി പ്രയാസം ഉണ്ടാവുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള എനർജി ഇതിനെ തുടർന്ന് നിങ്ങളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായാലും, എന്തോ ആയിക്കോട്ടെ, ഒരു ഫ്രഷറിന്റെ മൈൻഡോടുകൂടി ഭയമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയാണ്, എടുത്ത് ചാടാൻ വേണ്ടിയാണ്. അത് റിസ്ക് ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, ഒന്നും ആലോചിക്കാൻ ഇനി നിൽക്കേണ്ട, ഒന്നും ആലോചിച്ച് അമാന്തിക്കേണ്ടതില്ല. ജീവിതത്തിന്റെ ആ കൺട്രോൾ ഏറ്റെടുക്കണം. വഴിയിൽ തടസ്സങ്ങളൊക്കെ അപ്പോൾ നേരിടാം. എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം, എനിക്ക് ഈ കെട്ടുപാടുകളിൽ നിന്ന് മോചനം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. ബോധപൂർവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്, പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക്, അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി വിജയിച്ച് നിന്നിട്ടുണ്ടാവാം. അതിന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അതിനെ നേരിട്ടോളും എന്നൊരു
അതായത് ആ ഒരു രീതിയിൽ മനസ്സ് പാകപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു പുതിയ അധ്യായത്തിന് നിങ്ങൾ എന്തായാലും തയ്യാറാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത ഫ്യൂച്ചർ, സമീപ ഭാവി എന്ന് പറയുന്നത് വരും മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വേഗതയും ആവേശവും കടന്നു വരും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റൂട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നതായാണ് നമ്മളിവിടെ കാണുന്നത്. യാത്രകൾ നടത്തേണ്ടി വരികയോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആവേശത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു സമയമായിരിക്കും എന്തായാലും നിങ്ങളെ കാത്ത് തൊട്ടടുത്ത് വരാനിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ സമീപനം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരം, ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. യാത്രകൾ നടത്തേണ്ടി വരാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നിങ്ങൾ തയ്യാറെടുത്ത്, ഇവിടെ ഒരു കുതിര, അതായത് മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഇത് കണ്ടില്ലേ, കുതിര മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു ഭയങ്കര ഹൈ പവറിലാണ്, എനർജിയിലാണ് നിങ്ങൾ. ആ എനർജിയോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ അമിതമായ ആവേശത്തിലാണ് നിങ്ങൾ. ആഘോഷപൂർവ്വവും സന്തോഷപൂർവ്വവും നിങ്ങൾ ആ കാര്യത്തെ സ്വീകരിക്കും. നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളത് സ്വീകരിക്കും. കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ ഒരു സുരക്ഷിതത്വ ബോധം നിങ്ങൾ എന്തായാലും വെച്ചു പുലർത്തുന്നുണ്ട്. നിങ്ങളോടൊപ്പം അവരുണ്ടാകും എന്നൊരു ബോധം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു അതായത് നിങ്ങളുടെ കുടുംബത്തിലും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഈ മാറ്റം, നിങ്ങളുടെ ഭാവി സമയം, വളരെ റീസെന്റ് ആയിട്ടുള്ള ഭാവിയിൽ വലിയൊരു സന്തോഷവും ആഘോഷവും ഒക്കെ വരാൻ പോകുന്നു. അതിൽ നിങ്ങൾക്ക് വിശ്വാസവും ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തതയുള്ള ആശയങ്ങളും പുതിയ ഉൾക്കാഴ്ചകളും പുതിയ ഐഡിയാസ്, ബ്രേക്ക് ത്രൂസ് ഒക്കെ ലഭിക്കുമെന്നാണ് ഏസ് ഓഫ് സോർട്സ്. അതായത് നിങ്ങളുടെ മൈൻഡിലേക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള തോട്ട്സ്, എന്ത് കാര്യം തീരുമാനിക്കാനാണെങ്കിലും ഒരു ടു ഓഫ് സോർട്സിന്റെ എനർജിയിലൊന്നുമല്ല, കണ്ണു കെട്ടി നിൽക്കുന്ന പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല, വ്യക്തമായ ഉത്ബോധം നിങ്ങൾക്കുണ്ടാവും. ചില സത്യങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും സാഹചര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ആശയക്കുഴപ്പങ്ങളൊക്കെ മാറും, കാര്യങ്ങൾ വ്യക്തമാകും. ആ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ പ്രതീക്ഷകൾ ഉണ്ടാകാം, അതേപോലെ തന്നെ ഭയങ്ങളും ഉണ്ടാകും. പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ മാത്രമായിരിക്കില്ല. വഴിയിൽ ഉണ്ടാകാൻ പോകുന്ന തടസ്സങ്ങൾ നമ്മളിവിടെ, അതായത് ഫുൾ എനർജിയിൽ റിസ്ക് ഉണ്ടാകുമെന്നൊരു ബോധം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. നിലവിലുള്ള കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും മുന്നോട്ട് കുതിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് തന്നെ നിങ്ങളുടെ വഴിയിൽ വന്നാലും നിങ്ങൾ അതിനെ നേരിടാമെന്നൊരു രീതിയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ കടന്നു വരാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ, ചെറിയ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില ഭയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഭയങ്ങളും ആശങ്കകളും എന്താണ് എന്ന ഒരു സൂചന. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രധാന ഭയം സാമ്പത്തികമായ നഷ്ടമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയോ ആണ്. നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധി വരുമോ, ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി അനുഭവിക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ നിങ്ങൾ തനിച്ചായി പോകുമോ, എല്ലാവരും നിങ്ങളെ ഒഴിവാക്കുമോ, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വിട്ട് തനിച്ച് ആകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ തീരുമാനം നിങ്ങൾ എത്തിക്കുമോ എന്നൊക്കെ ഒരു പേടി നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഫുൾ എനർജിയിൽ മുന്നോട്ട് കുതിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഹായം ചോദിക്കാൻ മടിക്കുന്നതും അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇതൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല. ആളൊക്കെ ഉണ്ട്, ചുറ്റിനും സഹായം തരാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തോ അതിനൊരു പ്രയാസം, നിങ്ങളുടെ ഉള്ളിൽ അത് ഒരു ആശങ്കയുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് വെറുതെ ഒരു ഭയം മാത്രമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെടലോ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ആളുകൾ ഉണ്ടാവും. ഒറ്റപ്പെടലൊന്നും എന്തായാലും ഉണ്ടാകുമെന്ന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു മലയാള വർഷം, അതായത് കൊല്ലവർഷം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ബാലൻസ് വന്നിട്ടുണ്ടാവും. അതായത് ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ഒക്കെ കൈവരിച്ചിരിക്കുന്ന ഒരാളായിരിക്കും ഈ പുതുവർഷം 2027 ഓഗസ്റ്റ് മാസം പകുതിയോടെ നിങ്ങൾ അത് കൈവരിച്ചിട്ടുണ്ടാവും. പ്രയാസങ്ങളെല്ലാം മാറി മനസ്സിന് ശാന്തത ലഭിക്കും. ക്ഷമയോടെയും മിതത്വത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വലിയൊരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ആ സമയത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നാണ് പൊതുവിൽ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ എനർജി നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. തുലാമാസത്തിനുള്ളിൽ, ചിങ്ങം കന്നി തുലാമാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു പുതിയ തുടക്കവും കൂട്ടായ്മയും വന്നിട്ടുണ്ടാവും. നിങ്ങൾ പുതിയ പദ്ധതികൾ ആരംഭിക്കും. കരിയറിലും പഠനത്തിലും മറ്റുള്ളവരുമായി ചേർന്ന് വലിയ മുന്നേറ്റങ്ങൾ നടത്തും. വേഗത്തിലുള്ള വളർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടും. വൃശ്ചികം ധനു മകരം മാസം, ധൈര്യം നല്ല രീതിയിലുള്ള, അതായത് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ധൈര്യസമേതം നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും. വ്യക്തതയുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ലൈഫിനെ പറ്റിയാവാം നല്ലൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാവും. വൃശ്ചികം ധനു മകരം മാസങ്ങളിലാണ് ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഏകദേശം ഫെബ്രുവരിക്കുള്ളിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തും. വ്യക്തതയോടുകൂടിയുള്ള ഒരു
ഫേസിലേക്ക് നിങ്ങൾ വരും. ഭയമില്ലാതെ പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങൾ എന്തായാലും ആ സമയത്ത് ചുവടുവെക്കും എന്നുള്ളതാണ്. കുംഭം, മീനം, മേടം മാസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ചെറിയ സാമ്പത്തിക ആശങ്കകളോ തടസ്സങ്ങളോ ഒക്കെ ആ സമയത്ത് ചിലപ്പോൾ വരാം. ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം, അല്ലെങ്കിൽ തോന്നാം. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്നൊരു പ്രതീക്ഷിച്ച രീതിയിൽ നടക്കാതെയൊക്കെ വരുന്നത് കൊണ്ട് ഒരു ചെറിയൊരു പ്ലാനിങ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹൗസ് വാമിങ്ങോ വിവാഹമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രയാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്ത് ചെയ്യും എന്നൊരു തോന്നൽ വരാം. പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് കുടുംബത്തോടൊപ്പം വലിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മിക്കവാറും നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ആഘോഷം ആ സമയം കൊണ്ട് നടക്കും. കുംഭം, മീനം, മേടം മാസങ്ങളിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ആഘോഷം, തീർച്ചയായിട്ടും വിവാഹം, വീട് താമസം പോലെയുള്ള എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇടവം, മിഥുനം, കർക്കിടകം മാസങ്ങളിൽ നിങ്ങൾ ഒരു വലിയ ബാലൻസിലേക്കും വിജയത്തിലേക്കും എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളെല്ലാം ആ സമയത്തിനകം കൈവരിക്കുകയും ജീവിതത്തിൽ സാമ്പത്തികമായും മാനസികമായും വലിയൊരു ശാന്തതയും ഒരു സന്തുലിതാവസ്ഥയും കൈവരിച്ച് ആ വർഷത്തിൽ ഒരു വിജയിയായിട്ടായിരിക്കും നിങ്ങൾ ആ സമയത്ത് ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക എന്നതാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന, അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി. മാറ്റങ്ങളും പുതിയ തുടക്കങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കുമെങ്കിലും ഒടുവിൽ വലിയൊരു ശാന്തതയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന ഒരു കൊല്ലവർഷമാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എന്നിവയ്ക്കായിട്ട് പ്രത്യേകം കാർഡുകൾ എടുത്തിട്ട് അതിനെ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാർഡ് ഇവിടെ സൈഡിലേക്ക് ഒതുക്കി ഇവിടെ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ വെക്കുകയാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് പറയാം ഏതൊക്കെ കാർഡാണെന്ന്. ഞാൻ ഇത്തിരി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, മുകളിലേക്ക് ഉയർത്തി വെച്ചാൽ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മളിതിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കരിയർ, ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ വരുമാനം, എല്ലാം നോക്കാൻ പോവാണ് കേട്ടോ. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നോന്ന് അറിയില്ല. എല്ലാം നോക്കാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ കരിയറും ഫിനാൻസും ഈ വർഷത്തിൽ അത് എങ്ങനെയായിരിക്കും അൺഫോൾഡ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് രണ്ടായിട്ട് തിരിച്ചിട്ട് നമുക്ക് നോക്കാം. എത്ര കാർഡ്സ് കിട്ടിയിട്ട് നോക്കട്ടെ. 4 കാർഡ്സ് വീതം, അതായത് 8 കാർഡ്സ് കിട്ടിയിട്ട് 4 കാർഡ്സ് വീതം നമ്മൾ എടുത്തിട്ട് നോക്കാൻ പോവാണേ. നേരത്തെ പറഞ്ഞ പോലെ കരിയർ ആൻഡ് ഫിനാൻസ്. കരിയർ, ഫെസ്റ്റ്, ട്രാവലർ, ടാലന്റ്, അതോറിറ്റി. ഇതായിരിക്കാം കരിയറിന്റെ എനർജി. നിങ്ങളുടെ ഫിനാൻസ് ആണ് നമ്മൾ അടുത്ത. ഫിനാൻസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ആദ്യം കരിയർ നോക്കാം. ഓക്കെ, കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, ജമ്പേഴ്സ് ആണ് വന്നത്. നമുക്ക് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ ടാരോ സ്പ്രെഡിൽ കണ്ടതുപോലെ തന്നെ അതിനെ ശരിവെക്കുന്ന, ഉറപ്പിക്കുന്ന എനർജീസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ വലിയൊരു ഉയർച്ചയും മാറ്റവുമാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ഓരോ കാർഡും നൽകുന്ന ഉപദേശവും അതുപോലെ മെസ്സേജും എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് ഫെസ്റ്റ് ആണ്. ആഘോഷവും സന്തോഷ വാർത്തയുമാണ്. അതായത് ഇതിൽ പറയുന്നത് ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഈവൻ യുവർ സ്മോൾ വിൻസ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഒരു സെലിബ്രേഷൻ വരാനിരിക്കുന്നു. നമ്മൾ 4 ഓഫ് വാൻഡ്സിൽ കണ്ട എനർജിയാണ് ആ സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓർ പേ റൈസ് ഈസ് ഇൻ ദ ഹൊറൈസൺ. അതായത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു ആഘോഷത്തിനുള്ള തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന അധിക വരുമാനം, ശമ്പള വർധനവ് അല്ലെങ്കിൽ പുതിയ ഇൻസെന്റീവുകൾ എന്നിവയൊക്കെ തൊഴിൽ രംഗത്ത് വലിയ സന്തോഷവും ആശ്വാസവും നിങ്ങൾക്ക് നൽകും എന്നാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറാക്കിൾ കാർഡ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ട്രാവലർ കാർഡാണ്. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളും യാത്രകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാനോ പ്രൊഫഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനോ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഈ യാത്രകളും അനുഭവങ്ങളും നിങ്ങളുടെ തൊഴിൽപരമായ അറിവിനെയും കഴിവുകളെയും വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അത് നിങ്ങൾക്ക് വലിയ ഗുണപരമായിട്ട് നിങ്ങളുടെ ഭാവിയിൽ മാറുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ആ ചാരിയറ്റ് കാർഡ് കണ്ടു, അതിനുശേഷം ഫൂൾ കാർഡിന്റെ എനർജി കണ്ടു, നൈറ്റ് ഓഫ് വാൻഡ്സ് കണ്ടു. ഇതിലെല്ലാം തന്നെ ആ ഈ പറയുന്ന ഒരു മെസ്സേജ് ആദ്യം തന്നെ ടാരോ എനർജിയിൽ വന്നിരുന്നു. നമ്മൾ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്. അതിനെ ഇവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ കാണുന്നുണ്ട്. ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഈ യാത്രകൾക്കും അനുഭവങ്ങൾക്കൊക്കെ ശേഷം നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത അസാധാരണമായ കഴിവുകൾ പുറത്തു വരുന്ന ഒരു ഘട്ടമായിരിക്കും. ചിലപ്പോൾ അതിന് ഈ ട്രെയിനിങ് അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ആ ഒരു വർക്ക്ഷോപ്പുകൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും. ഇതുവരെ ഉപയോഗിക്കാത്ത നിങ്ങളുടെ സർഗാത്മകതയും ഒളിഞ്ഞിരിക്കുന്ന നൈപുണ്യങ്ങളും ലോകം തിരിച്ചറിയാൻ പോകുന്ന ഒരു ഘട്ടമാണ് അടുത്ത് തന്നെ വരാൻ പോകുന്നത്. പുതിയ ആശയങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനും സാമ്പത്തിക വിജയം സ്വന്തമാക്കാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. അടുത്തത് ഏറ്റവും അഷ്വറിംഗ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അതോറിറ്റി, ഉയർന്ന പദവിയും വിജയവുമാണ് ഈ യാത്രയുടെ ഒരു അന്തിമ ഫലം, ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയർ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു അതോറിറ്റി ആയിരിക്കും. നിങ്ങളുടെ ഫീൽഡിൽ വലിയ ഉയർന്ന പദവിയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ഫീൽഡിലെ ഏറ്റവും വലിയൊരു പൊസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ മേഖലയിൽ തന്നെ ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണ്. അതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ട ആഘോഷവും യാത്രകളും കഴിവ് തെളിയിക്കലും എല്ലാം ചേർന്ന് നിങ്ങളൊരു വലിയ ഉന്നത പദവിയിൽ, വലിയൊരു ലീഡർഷിപ്പ് റോളിൽ നിങ്ങൾ എന്തായാലും എത്തിച്ചേരും. തൊഴിൽ രംഗത്ത് നിങ്ങൾ വലിയൊരു സ്വാധീന ശക്തിയായി മാറും. അർഹിച്ച അംഗീകാരവും ലീഡർഷിപ്പ് റോളും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കും. കരിയറിലെ ഏറ്റവും മികച്ചൊരു ഘട്ടത്തിൽ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വർഷം കടന്നു പോകാൻ പോകുന്നത്. ആ ഘട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത് വലിയൊരു സക്സസ്, വലിയൊരു പൊസിഷനിൽ നിങ്ങൾ അടിയുറച്ച് നിലയുറപ്പിച്ച് സമാധാനത്തോടെ, ടെമ്പറൻസ് കാർഡ് ഔട്ട്കമായിട്ട് ആദ്യം വന്ന് പറഞ്ഞതുപോലെയുള്ള എനർജിയിൽ നിൽക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നോക്കാം. ഈ വർഷം എങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നോക്കാം. കോൺഫ്ലിക്റ്റ്, ലക്കി മൂൺ, അഡ്ജസ്റ്റ്മെന്റ്സ്, ബ്ലെസ്സിങ്സ്. ഫിനാൻഷ്യൽ സ്റ്റോറി എന്താണ് നോക്കാം. ഫിനാൻസ്, അതായത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ റീഡിങ്ങിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കോൺഫ്ലിക്റ്റ് എന്ന കാർഡാണ്. വലുതായി പേടിക്കേണ്ട കാര്യമല്ലെങ്കിലും നിങ്ങളുടെ ഈ കൊല്ലവർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ പണം ഇടപാടുകളിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് യൂണിവേഴ്സ് ഇതുവഴി നിങ്ങൾക്ക് നൽകുന്നത്. ബിസിനസ്സിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കാം. എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് എനർജി അവിടെ കാണുന്നുണ്ട്. ആരുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടാലും കെയർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ദർ കുഡ് ബി സം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വിത്ത് സമ്മൺ അബൌട്ട് മണി. ആരുമായിട്ട് ഒരു പണപരമായ കാര്യങ്ങളിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് സാധ്യത ഈ വർഷത്തിന്റെ തുടക്കത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു മുന്നറിയിപ്പിന് ശേഷം നിങ്ങൾക്ക് ഒരു ആശ്വാസകരമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. പക്ഷെ നമുക്കിതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ക്വാർട്ടറായിട്ട് തന്നെ തിരിച്ചാൽ ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ ഈ കോൺഫ്ലിക്റ്റ് എനർജി ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കണ്ടോളണം. രണ്ടാമത്തെ ഒരു ക്വാർട്ടറിലായിരിക്കാം ഭാഗ്യം വരുന്നത് നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പൊ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ വശത്തേക്ക് ഭാഗ്യം തിരിയുന്ന ഒരു സമയം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതാണ് നിങ്ങളുടെ ലക്കി ടൈം. നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെല്ലാം മാറാൻ പോകുന്ന സമയമാണത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുലാം മാസത്തിന് ശേഷമുള്ള സമയം, വൃശ്ചികം, ധനു, കുംഭം, മകരം മാസങ്ങളിലുള്ള സമയമാണ്. 3 മാസം ഉള്ള സമയമാണ് നമ്മൾ ഇവിടെ അതിനെ കണക്കാക്കേണ്ടത്. ടൈമിംഗ് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് വേറെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി ആ രീതിയിൽ എടുക്കാം. അതായത് ആ സമയത്ത് അവശേഷിക്കുന്ന ഒരു സമയത്തെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. കഴിഞ്ഞുപോയ ഈ ഒരു വർഷത്തിൽ, അതായത് പുതിയ വർഷം തുടങ്ങി വേറൊരു ഘട്ടത്തിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ 3 ക്വാർട്ടറായിട്ട് തിരിച്ച് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അത് അപ്ലൈ ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലായിരിക്കും യൂണിവേഴ്സ് അത് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ല പറയുന്നത്. ഇതിൽ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ പോകുന്ന ടൈമിന്റെ ഒരു രീതിയിലാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വാർട്ടറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എല്ലാം നിങ്ങളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനായിട്ട്, സാമ്പത്തിക രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും.
തടസ്സങ്ങൾ മാറി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വശത്തേക്ക് വരും. ആ സമയം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അതെല്ലാം ഭാഗ്യ അവസരങ്ങളായിട്ട് മാറും. അതെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിക്ഷേപങ്ങൾക്കോ പുതിയ സാമ്പത്തിക ശ്രമങ്ങൾക്കൊക്കെ പറ്റിയ ഭാഗ്യമുള്ള സമയമാണ് അത്. ആ രണ്ടാമത്തെ ക്വാർട്ടർ. ആദ്യത്തെ സമയത്തെ പണമിടപാട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് എന്ന കാർഡാണ്. ഇവിടെ മൂന്നാമത്തെ ഒരു ക്വാർട്ടറായിട്ട് നമുക്ക് അതിനെ കാണാം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നല്ലൊരു ലക്കി ടൈമിലൂടെ 2-3 മാസം കടന്നുപോയി കഴിയുമ്പോൾ ചില നിയന്ത്രണങ്ങളിലേക്ക് നിങ്ങൾ വരേണ്ടി വരും. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ആദ്യം കണ്ടു ടാരോ കാർഡിൽ നമ്മൾ കണ്ടു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ സെലിബ്രേഷന്റെ കാർഡൊക്കെ പറഞ്ഞില്ലേ, അതിനുശേഷം നിങ്ങൾക്ക് 5 ഓഫ് പെന്റക്കിൾസ് എനർജി കണ്ടപ്പോൾ ഒരു സാമ്പത്തിക പ്രയാസം, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ആങ്സൈറ്റി ഒക്കെ വന്നതായിട്ടും, പക്ഷെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് വലിയ പ്രതിസന്ധി വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നൊക്കെ കണ്ടില്ലേ. ആ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഈ വർഷത്തിന്റെ ആ ഒരു 3rd ക്വാർട്ടറിലേക്ക് നമ്മൾ എത്തുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ സ്പെൻഡിങ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യം വരും. എന്തോ ഒരു കാര്യമുണ്ട്, ഒരു സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, എന്തോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളുടെ ബജറ്റിലും നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിലും ചെറിയ ചില ക്രമീകരണങ്ങൾ ആ സമയത്ത് വരുത്തേണ്ടി വരും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് കരുതുന്നത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വം തരുമെന്നാണ് പറയുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ തടയും. അപ്പോൾ 3rd ക്വാർട്ടർ ആകാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഇപ്പോഴേ ഈ വർഷം ആരംഭിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ചെറിയ ഒരു കരുതൽ, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങളൊരു 25,000 രൂപ കിട്ടുന്ന ആള് ഒരു 5,000 രൂപ മാറ്റിവെക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് നിങ്ങൾ മാറ്റിവെച്ചാൽ, മാസം മാറ്റിവെച്ചാൽ, അത് ആ സമയത്ത് പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത് നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മൾ ആ രീതിയിലാണ് ഇതിനെയൊക്കെ മുൻകൂട്ടി അറിയുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്. അവസാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്. അതായത് ഈ സാമ്പത്തിക യാത്ര അവസാനിക്കുന്നത് അപ്പോൾ ഒരു മേടമാസം ഒക്കെ കഴിഞ്ഞു കഴിയുന്ന സമയത്ത്, ആ സമയത്താണല്ലോ എന്തോ ഒരു ആഘോഷം വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു യാത്ര അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ്. ലോട്ടറി അടിക്കുന്നതാവാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫോർച്യൂൺ നിങ്ങളിലേക്ക് എത്തും. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷം വരുന്ന, ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ടു എൻജോയ് ദ ബ്ലെസ്സിങ്സ് പോറിംഗ് ഇൻ എന്നാണ്. നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന, കോരിച്ചൊരിയുന്ന ആ അനുഗ്രഹ മഴയിൽ ഒരുപാട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും നിങ്ങൾക്കെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും ധനലാഭവും ഒക്കെ ഒഴുകിയെത്തും. സാമ്പത്തികമായി വലിയൊരു ആശ്വാസവും അതുപോലെ നല്ലൊരു സ്റ്റാൻഡിങ്ങും ഈ വരുന്ന വർഷത്തിൽ നിങ്ങൾക്ക് എന്തായാലും നേടാൻ വേണ്ടി സാധിക്കും. കഠിനാധ്വാനത്തിന്റെയും ശരിയായ തീരുമാനങ്ങളുടെയും ഒക്കെ ഫലമാണ് ആ വർഷത്തിന്റെ അന്ത്യത്തിൽ അനുഗ്രഹീതമായ ഒരു സാമ്പത്തിക ഭാവിയായിട്ട്, സാമ്പത്തിക സ്രോതസ്സായിട്ട്, അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി പോകുന്ന ഒരു സാമ്പത്തിക അനുഗ്രഹം, ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ ഫിനാൻസിലൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും വരും വർഷം ഉണ്ടാകും. കരിയറിൽ അതേപോലെ തന്നെ നമ്മൾ കണ്ടു, വലിയൊരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ വലിയൊരു സാമ്പത്തിക സൗഭാഗ്യത്തിലേക്ക് ആ വർഷത്തിന്റെ അന്ത്യത്തിൽ നിങ്ങൾ എത്തും. നമുക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്ന കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ വന്നതുപോലെ തന്നെ നമുക്കൊരു 4 കാർഡിന്റെ തന്നെ സ്പ്രെഡ് എടുക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ 4 കാർഡുകളും നിങ്ങളുടെ റിലേഷൻഷിപ്സിന്റെ, ഏത് റിലേഷൻ ആയിക്കോട്ടെ, ലവ് റിലേഷനോ അല്ലെങ്കിൽ അതർ റിലേഷനോ ആയിക്കോട്ടെ, ഒരു ബന്ധത്തിന്റെ 4 വ്യത്യസ്തവും സുപ്രധാനവുമായ അവസ്ഥകളെയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. ഒരു തിരിച്ചടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്നും അകൽച്ചയിൽ നിന്നും തുടങ്ങി വികാരങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ആത്മാഭിമാനം സംരക്ഷിച്ചൊടുവിൽ വലിയൊരു ഐക്യത്തിലെത്തുന്ന ഒരു മനോഹരമായ ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ പോലെ ആയിരിക്കും നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എനർജി ഈ വർഷം കടന്നു പോകാൻ പോകുന്നത്. ഇവിടെ ആദ്യ കാർഡ് നൽകുന്ന സൂചന അനുസരിച്ച് ഒരു അകൽച്ചയും ഒറ്റപ്പെടലും നിലവിൽ നിങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അനുഭവിക്കപ്പെടാൻ സാധ്യതയോ ഉണ്ട്. പങ്കാളികൾ തമ്മിൽ മാനസികമായ ഒരു അകൽച്ചയോ ഭിന്നതയോ ഒക്കെ രൂപപ്പെടാൻ ഇപ്പോൾ ഇല്ലെങ്കിൽ പുതുതായിട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നിലവിലുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ തുടരാനും സാധ്യതയുണ്ട്. ഉള്ളിലെ വികാരങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ വരിക, പരസ്പരം വിശ്വസിക്കാൻ കഴിയാതെ ആവുക, ഒപ്പമുണ്ടെങ്കിലും ഒരുതരം ഒറ്റപ്പെടലും ശൂന്യതയും അനുഭവപ്പെടുക എന്നിവയാണ് ഈ 2 പേർക്കും നിലവിൽ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുക. ഈ കാർഡിന്റെ ഒരു ഈ വിഷ്വലിൽ നിങ്ങൾക്ക് കാണാലോ, ആകാശം ഇരുണ്ട
രീതിയിൽ ഇരുണ്ടുകൂടി വരികയും മിന്നൽ വരികയും ഒക്കെ ചെയ്യുന്നത് കാണിക്കുന്നത് ബന്ധത്തിലെ നെഗറ്റിവിറ്റിയെയും വരാനിരിക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ ഉണ്ടാകുന്ന വിള്ളലുകളെയുമാണ്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച നിങ്ങളിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, എന്തോ ഒരു കാര്യം, അതായത് എന്തോ ഒരു കാര്യത്തിൽ നിലവിൽ അകൽച്ചയിലാണെങ്കിൽ ആ അകൽച്ച അങ്ങനെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് ആ വർഷത്തിന്റെ ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ട്, അതായത് ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടും അൺപ്രൊഡക്റ്റീവായിട്ടും റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ചില തീരുമാനങ്ങളാവാം, അല്ലാതെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് എനർജി, ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്, അങ്ങനെയൊന്നും ഇവിടെ ഈ കാർഡ് പറയുന്നില്ല. ഒരൊറ്റപ്പെടൽ, അത് ചിലപ്പോൾ തുറന്നു പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവുന്നത്, ഇതൊക്കെ ആയിരിക്കാം ഇവിടെ പറയുന്നത് കേട്ടോ. ഈ സത്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുന്നത് അതാണ്. ചില കാര്യങ്ങൾ വിളിച്ചു പറയുമല്ലോ, പറയുമ്പോൾ ഉണ്ടാകുന്ന വിള്ളലുകളെയാണ്. ഇതിന് പരിഹാരം പറയുന്നത് യൂണിവേഴ്സ് ഇതിനൊരു നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നത്, ഈ സമയം ബന്ധം ഒരു ഡിവോഴ്സിലേക്കോ ബ്രേക്കപ്പിലേക്കോ ഒക്കെ വരെ നിങ്ങളെ നയിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് അകന്നു പോകാൻ വേണ്ടിയല്ല, തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തുറന്ന് സംസാരിക്കാനും ബന്ധം വീണ്ടെടുക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഇതിനെ നിങ്ങൾ ബോധപൂർവം യൂസ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിങ്ങോ തെറാപ്പിയോ ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ മാറ്റം നിങ്ങളിൽ കൊണ്ടുവരും. തുടക്കത്തിൽ ഒരു 2-3 മാസത്തേക്ക് നിങ്ങൾ ആ ഒരു എനർജി, ഒരു തർക്കം ഉണ്ടാകാവുന്ന സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തർക്കത്തിലേക്ക് പോകാതെ, അത് വലിയൊരു വിള്ളലിലേക്ക് കൊണ്ടെത്തിക്കാതെ ബോധപൂർവ്വം ഒന്ന് ശ്രമിക്കണം. ഡിവോഴ്സ് ഒന്നും കാണുന്നില്ല, അങ്ങനെയൊന്നും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സാഹചര്യമൊന്നും നിങ്ങളുടെ എനർജിയിൽ കണ്ടതുമില്ല. പക്ഷെ എന്തുകൊണ്ടോ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട്, രണ്ടുപേരുടെ ഈഗോ കൊണ്ടോ എന്തുകൊണ്ടോ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിലവിൽ അങ്ങനെ തന്നെ ആയിരിക്കും, അത് 2-3 മാസം കൂടി തുടരാൻ സാധ്യതയുണ്ട്. നിങ്ങളായിട്ട് ബോധപൂർവ്വം അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അത് പറഞ്ഞത്. രണ്ടാമത് വന്നിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. ഈ കാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മാത്രമല്ല, ഒരു ഡാർക്ക് സൈഡും ആ കാർഡ് കാണിക്കുന്നുണ്ട്. ഒരു വിവാഹത്തിനൊക്കെ ഇറങ്ങി വരുന്ന ഒരു ബ്രൈഡിനെ പോലെ വൈറ്റ് ഗൗണിൽ നമ്മൾ കാണുന്നത് ഒരു ലേഡി അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അവർ വലിയൊരു സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി തനിച്ചാണ് വരുന്നത്. ഒരു കൺട്രോൾഡ് ആയിട്ട്, ഡോമിനേറ്റഡ് ആയിട്ട് വരുന്നു അല്ലേ. ഒരു പാർട്ട്ണറെ ഒന്നുമല്ല, അവരുടെ ഇഷ്ടത്തിനാണ് അവർ ബൊക്കെയാണെങ്കിലും പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ഫാഷൻ ഷോയിലൊക്കെ വരുന്ന പോലെ ഒരു ആത്മവിശ്വാസത്തിലല്ലേ, അങ്ങനെയല്ലേ അവർ വരുന്നത്. ഇവിടെ പങ്കാളികൾ തമ്മിൽ വളരെ ആഴത്തിലുള്ള കടുത്ത പ്രണയവും ആവേശവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എത്ര വലിയ തടസ്സങ്ങളെയും ഒന്നിച്ചു നിന്ന് തട്ടുമാറ്റാനുള്ള ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വലിയ താല്പര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ ലേഡി വരുന്നത്. ഒന്നെങ്കിൽ ഇതിലെ പാർട്ട്ണർ, സ്ത്രീ പാർട്ട്ണർ, ഫീമെയിൽ പാർട്ട്ണർ വളരെ ബോൾഡായിട്ട്, സ്ട്രോങ് ആയിട്ട്, ആത്മവിശ്വാസമുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. പുറമെ അവരങ്ങനെ ആയിരിക്കാം. ഒരു സ്ത്രീയെ മാത്രമല്ല ഇതിൽ പറയുന്നത്, പാർട്ട്നേഴ്സിന്റെ എനർജിയാണ്. ഒരു കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ലവ് ആണ് കാണിക്കുന്നത്. ആരുടെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു കൺട്രോൾ, അത് സ്ത്രീ തന്നെ ആവണമെന്നില്ല, പക്ഷെ ഒരു കൺട്രോൾ ചെയ്യുന്ന, ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരിങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ഫീമെയിൽ പാർട്ട്ണർ. പക്ഷെ ഇതിന്റെ മറ്റൊരു വശം കാണിക്കുന്നത്, പങ്കാളികളിൽ ഒരാൾ മറ്റൊരാളെ സ്വന്തം ആധിപത്യത്തിന്റെ കീഴിൽ നിർത്താൻ നോക്കുന്നത് കൊണ്ട്, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ആ ബന്ധത്തിൽ അവർ ആഗ്രഹിക്കുന്ന പോലൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നില്ല. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് പകരം ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഡാർക്ക് ഡ്രസ്സിട്ട് കണ്ണൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു ലേഡിയെ പോലെ അവരങ്ങനെ ഇരുന്ന് കളയുകയാണ്. അവര് ഒളിച്ചിരിക്കുന്ന പോലെ, അവരൊന്ന് മറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് മുന്നിലേക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് വരാൻ സാധിക്കാത്തൊരു നിരാശ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് അവർ ആരെയോ നോക്കുന്നത് പോലെ ഒരു ഫീല് ആ കാർഡ് നൽകുന്നുണ്ട്. അതായത് ഒരാളുടെ അനാവശ്യ പെരുമാറ്റം, ഒരു വൈൽഡ് സൈഡ്, തെറ്റായ തീരുമാനങ്ങൾ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ അധികാരം സ്ഥാപിക്കാനല്ല, ക്ഷമയോടെയുള്ള സ്നേഹവും കരുതലും കൊണ്ട് മാത്രമേ കാര്യങ്ങൾ ശാന്തമാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കണം. ഇതെല്ലാവർക്കും ബാധകമായ കാര്യമല്ല, പക്ഷെ ഇവിടെ കാണുന്ന ഒരു കാര്യം പറയാതിരിക്കാനും പറ്റില്ല. ചില വ്യക്തികൾക്ക് ഒരു ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആകർഷണത്തിന്റെ സാധ്യതയും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേ പാർട്ട്ണർ ഇവർ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് അകൽച്ചയിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതുമാകാം. പക്ഷെ അതല്ല, ഒരു അനാവശ്യമായ ഒരു കൺട്രോളിങ് നേച്ചറാണ്, ആ ഒരു ഇക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ബന്ധത്തിൽ മെയിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്ത കാർഡ് ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ഒരു സ്ത്രീ. അതേപോലെ തന്നെ അവരുടെ സ്നേഹം അവർ അധികം പ്രകടിപ്പിക്കുന്നില്ല. അവരുടെ ഭർത്താവ്, അവർ വേറെ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവുമായിട്ടൊരു
ഒരു സ്നേഹപ്രകടനത്തിന് അവർ മുതിരുന്നില്ല. അവർ റിസർവ്ഡ് ആയിട്ട് ലവ് കീപ്പ് ചെയ്യുന്നു, അവരധികം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഭർത്താവ് അവരെ നിരീക്ഷിക്കുകയാണ്, എന്താണ് ഇത് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ അയാൾക്ക് തോന്നുന്നതാണ് ഇവർ വല്ല ഹോമോസെക്ഷൽ ആണോ എന്ന് തോന്നുന്നുണ്ട് അയാൾക്ക്, അയാളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ തോന്നുന്നു എന്നുള്ളത് പോലെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ബന്ധത്തിൽ വികാരങ്ങൾക്കപ്പുറത്തേക്ക് യുക്തിയും സത്യസന്ധതയും കടന്നു വരുന്നൊരു സമയമായിരിക്കും ഈ വരുന്ന വർഷം. ഒരു പങ്കാളി തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വന്തം നിലപാടുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. വികാരപരമായ പ്രകടനങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളതും വ്യക്തതയുള്ളതുമായ സംസാരങ്ങളാവും അവർ ഇഷ്ടപ്പെടുക. മിക്കവാറും അത് ഫീമെയിൽ പാർട്ട്ണർ ആവാം. ഇവിടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തുറന്നതും നേരിട്ടുള്ളതുമായ പ്രതികരണങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് വിഷമം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഭയം വരാം ആ കാര്യം കേട്ടിട്ട്. എന്നാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ എതിർക്കാതെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവർ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ, ഈ വ്യക്തിയുടെ പാർട്ട്ണർ മനസ്സിലാക്കേണ്ടത്. തുറന്ന ആശയവിനിമയവും ആത്മാഭിമാനവും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. അതായത് രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കുക. അവർ ചിലപ്പോൾ ഒരുപാട് വികാര പ്രകടനങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളോടുള്ളിൽ ലവ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ. നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അവർ ഹോമോസെക്ഷൽ ആയതുകൊണ്ടോ ഒന്നുമല്ല ഈ കാര്യം ഇവിടെ വരുന്നത് എന്ന് അങ്ങനെ തോന്നുന്ന പാർട്ട്ണർ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ പ്രണയയാത്രയിൽ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു യാത്രയിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഏത് റിലേഷൻഷിപ്പാണോ നിങ്ങൾ നോക്കുന്നത് ആ റിലേഷൻഷിപ്പിന്റെ ഒരു മനോഹരമായ ഒരു അന്തിമമായ ഒരു ഘട്ടം ഇവിടെ ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ തന്നെയാണെങ്കിലും മുൻപുണ്ടായ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും തടസ്സങ്ങളും തുറന്ന സംസാരത്തിലൂടെയും പരസ്പരമുള്ള ഒരു സഹാനുഭൂതിയിലൂടെയും സമീപനത്തിലൂടെയും നിങ്ങൾ മറികടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ആദ്യം കണ്ട ഒരു അകൽച്ച ഒരിക്കലും ഒരു ഡിവോഴ്സിലേക്ക് പോകില്ല, അത് കൃത്യമായി നല്ലൊരു ബ്ലെൻഡിങ്ങിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ നിലവിൽ സിംഗിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ ആദ്യം ഒരു സമയത്ത് ഒരു കോൺഫ്ലിക്റ്റിംഗ്, അല്ലെങ്കിൽ തനിച്ചാണ് അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ കൂടി റിലേഷൻഷിപ്പ് എനർജി ബ്ലോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം 2-3 മാസങ്ങൾ കൂടി ഉണ്ടാവാം. വൃശ്ചികം മുതൽ അത് മാറും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾക്ക് ഇയർ എൻഡ് ആകുമ്പോഴേക്കും, അതായത് കൊല്ലവർഷം അവസാനിക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേർന്നിട്ടുണ്ടാകും. അനുയോജ്യമായ ഒരു പങ്കാളി, അതും ദീർഘകാലത്തെ കുറച്ചൊരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് എന്തായാലും ആ സമയം സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യ നാളുകളിൽ അകൽച്ചയും തുറന്നു പറയാൻ മടിയൊക്കെ ഉണ്ടാവുമെങ്കിലും ശാന്തതയോടും സ്നേഹത്തോടും കൂടി അനാവശ്യ ഈഗോകളെയൊക്കെ നിയന്ത്രിച്ച് പരസ്പരം സ്വാതന്ത്ര്യവും സത്യസന്ധതയും കാണിച്ച്, സ്വാതന്ത്ര്യം നൽകിയും സത്യസന്ധത കാണിച്ചുമൊക്കെ അംഗീകരിച്ചുമൊക്കെ മുന്നോട്ട് പോയാൽ ഈ വരാൻ പോകുന്ന മലയാള വർഷത്തിന്റെ ഒടുവിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ശക്തമായ പ്രണയത്തിന്റെയും സമാധാനത്തിന്റെയും മനോഹരമായ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് ഉള്ള ലൈഫ് ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് നിങ്ങൾക്കൊരു ലൈഫ് മെസ്സേജ്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും പൊതുവിൽ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഏറ്റവും പ്രധാനമാണല്ലേ ഒരു വർഷം നമ്മളെ സംബന്ധിച്ച്. നമുക്ക് എന്താണ് ഒരു ലൈഫ് മെസ്സേജ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് നോക്കാം. പൊതുവിൽ നമ്മളിവിടെ ഒരു ശാരീരിക പ്രയാസങ്ങളുള്ള എനർജിയൊന്നും നിങ്ങളുടെ ടാരോ എനർജിയിൽ കണ്ടില്ല. ഒറ്റപ്പെടലിന്റെ എനർജി, വിഷമകരമായ ഒരു സാഹചര്യം, തനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു മാനസിക പ്രയാസം, മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നതല്ലാതെ വേറൊരു സൂചനകളൊന്നും തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. സ്ട്രെങ്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡ്, സെർച്ചിങ് വിത്തിൻ, ടുഗദർ ഇൻ ദ ലൈറ്റ്, എംബ്രേസിങ് ജോയ്. എന്ത് തന്നെയാണെങ്കിലും അവസാനം എല്ലാ കാർഡിന്റെയും എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് ഔട്ട്കമാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതൊരു വലിയ അഷ്വറിംഗ് ആണ് യൂണിവേഴ്സിന്റെ. എന്തായാലും നമുക്ക് കാർഡുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഈ ലഭിച്ചിരിക്കുന്ന 4 ഒറാക്കിൾ കാർഡ്സും അവിശ്വസനീയമായിട്ട് പോസിറ്റീവും വളരെ ഊർജ്ജസ്വലവുമായിട്ടുള്ള കാർഡുകളാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ടാരോ എനർജിയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും. ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാൻ പോകുന്നത് ചെറിയ ചെറിയ ചില ഒറ്റപ്പെടലുകളോ പിണക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയി നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന, അതോറിറ്റി ആയിട്ടിരിക്കുന്ന, ഹാപ്പി ആയിട്ടിരിക്കുന്ന, സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ഒരു സാഹചര്യത്തിൽ, മാനസികാവസ്ഥയിലായിരിക്കും വർഷാന്ത്യത്തിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇതും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ മാനസികവും ശാരീരികവുമായ കാര്യത്തെ പറ്റി പറഞ്ഞു.
സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡാണ് എപ്പോഴും. അതും മേജർ ആക്കാനും കാർഡാണ്. ഇവിടെ ഈ കാർഡ് വന്നിരിക്കുന്നത് തന്നെ ഈ വർഷത്തിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ശക്തി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും, അൺഷേക്കബിൾ ആയിട്ട് നിങ്ങളുടെ പവറിൽ ഈ വർഷം ഉറച്ചു നിൽക്കും. എന്ത് സാഹചര്യങ്ങൾ, എത്ര കഠിനമായ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങളുടെ മാനസികമായ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കും. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് അതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും, അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതിനെയൊക്കെ മറികടന്ന് സത്യത്തിന്റെ വഴിയെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ധൈര്യം നിങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത കാർഡ് സെർച്ചിങ് വിത്തിൻ എന്നാണ്. അതായത് സ്വയം കണ്ടെത്തലുകളും സൗഖ്യവുമാണ് ഇത് പറയുന്നത്. നമ്മൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതാവാം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാവാം, യോഗ തന്നെ ആവണമെന്നില്ല, ജിമ്മിൽ പോകുന്നതാവാം, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നതാവാം. നിങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒന്നുള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല കൂട്ടുകെട്ടുകളും ആന്തരിക വളർച്ചയും ഒക്കെ നിങ്ങളെ കാത്ത് ഈ വർഷം ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല മനുഷ്യരും നല്ല ബന്ധങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തെയും ചിന്തകളെയും വൻതോതിൽ സ്വാധീനിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ സ്ട്രഗിളൊക്കെ നല്ല സ്ട്രെങ്ത് കൊണ്ട്, മാനസിക ശക്തി കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മറികടന്ന്, വിവേകത്തോടു കൂടി മറികടന്ന്, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി പോരായ്മകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലേക്ക്, നല്ല സൗഖ്യത്തിലേക്ക്, മാനസികവും ശാരീരികമായ സൗഖ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നതിന് പകരം റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലും ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാതെ സ്വന്തം വ്യക്തിത്വവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങൾ വലിയൊരു സന്തോഷത്തിൽ ആറാടുന്ന നിങ്ങളെയാണ് കാണാൻ സാധിക്കുക. വർഷാന്ത്യത്തിൽ എന്തായാലും ഈ വരും വർഷം, കൊല്ലവർഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും, വീഡിയോ ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ മെമ്പർഷിപ്പ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാനുമെല്ലാം മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.